കോഴിക്കോട് കോർപ്പറേഷൻ ചേവായൂർ ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ ബിജെപി നിയോഗിച്ചിരിക്കുന്നത് ബിജു ഇടക്കരനെയാണ്. വാർഡ് വിഭജനത്തോടെ അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. 40 സീറ്റുകളോടെ ബിജെപി കോർപ്പറേഷൻ ഭരിക്കുമെന്നും സ്ഥാനാർത്ഥി പറയും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ബിജെപി വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും 7 സീറ്റ് വീതം നേടിയിരുന്നു. 22 ഡിവിഷനുകളിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണ വാർഡ് പുനർനിർണയം കൂടി എത്തിയതോടുകൂടി കൂടുതൽ ഇടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കോർപ്പറേഷനിലെ ചേവായൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ബിജു എടക്കനാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയാണ്, വലിയ പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത്? ചേവായൂർ വാർഡ് ഇപ്രാവശ്യം തീർച്ചയായിട്ടും ബിജെപി വിജയിക്കും. കാരണം UDFന്റെയും LDFന്റെയും പ്രധാന പ്രചരണം, UDF പറയുന്നത് അവർ 1ാം സ്ഥാനത്താവും, 2ാം സ്ഥാനത്ത് ബിജെപി വരുന്നതാണ്. LDF പറയുന്നത് അവർ 1ാം സ്ഥാനമാവും, 2ാം സ്ഥാനത്ത് ബിജെപി. അപ്പോൾ രണ്ടു കൂട്ടർക്കും ബിജെപി 2ാം സ്ഥാനം വരും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ ജയിക്കും. കാരണം അതിനുള്ള ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യമാണ് ബിജെപിക്ക് ചേവായൂർ വാർഡിലുള്ളത്. കാരണം ചേവായൂർ വാർഡിലേക്ക് 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം വീടുകൾ കൂട്ടിച്ചേർത്തതിൽ മഹാഭൂരിപക്ഷവും ബിജെപി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള വീടുകളാണ് വന്നത്. മാത്രമല്ല ഈ പഴയ ചേവായൂർ വാർഡിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. കാരണം നിലവിലുണ്ടായ കൗൺസിലർ പറ്റി വ്യാപകമായ പരാതിയാണ് ഞങ്ങൾ വീടുകൾ സമ്പർക്കം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥി വരണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു മാർജിനിൽ ചേവായൂർ വാർഡ് പ്രാവശ്യം ബിജെപി ജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ കോർപ്പറേഷനിലേക്കുള്ള സീറ്റുകൾ ഇത്തവണ വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് നിങ്ങളുടെ കണക്ക്? തീർച്ചയായിട്ടും. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ബിജെപിക്ക് വോട്ട് വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം, പല തെരഞ്ഞെടുപ്പ് ഭാരതത്തിൽ മുഴുവൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും കേരളത്തിൽ ഞങ്ങൾ മറ്റ് ജനങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഒരു മോദി ഒരു അനുകൂലമായ ഒരു തരംഗം കേരളത്തിലും പ്രത്യക്ഷമായിട്ടുണ്ട്. കാരണം അവർ അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ചാൽ മതി, ഇപ്പോൾ ബിജെപി ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളിലെല്ലാം തന്നെ വീണ്ടും വീണ്ടും ബിജെപിയെ ജയിപ്പിക്കുകയാണ് ജനങ്ങൾ. കാരണം എന്തെങ്കിലും ചെയ്യുന്നുണ്ട് തോന്നൽ ജനങ്ങൾക്കുണ്ട്. അതേസമയത്ത് മറ്റുള്ളവർ LDF ജയിച്ചാൽ പിന്നെ പകരം സംവിധാനം കൊണ്ടുവരുന്നു, UDF ജയിച്ചാൽ പകരം സംവിധാനം. പക്ഷെ ബിജെപി ജയിച്ച വാർഡുകളിലെല്ലാം തന്നെ വീണ്ടും വീണ്ടും ബിജെപിയെ ജനങ്ങൾ അധികാരത്തിലെത്തുന്നത് ബിജെപി വന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന തോന്നലാണ് ബിജെപിയെ വീണ്ടും വീണ്ടും ജനങ്ങൾ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം. ഈ 2ാം സ്ഥാനത്തുള്ള വാർഡുകളും ഒരുപാടുണ്ടായിരുന്നു. ചെറിയ വോട്ടുകൾക്കൊക്കെ തോറ്റ ഇടങ്ങൾ ഉണ്ടല്ലേ? അത്തരം ഇടങ്ങളും തീർച്ചയായും അത്തരം ഇടങ്ങളിലും നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇപ്രാവശ്യം ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത് ബിജെപി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കും എന്ന രീതിയിൽ തന്നെയാണ് ബിജെപി ധരിക്കുന്നത്. കാരണം ബിജെപിക്ക് എന്തായാലും ഒരു 40+ ആണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വരാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ എല്ലാ രീതിയിലും മറന്ന് ജാതി മതഭേദമന്യേ ബിജെപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ വീടുകൾ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സമയം. എന്തായാലും 7 ഇടങ്ങളിൽ ജയിച്ചു, 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ പുതിയ വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളെ കിട്ടിയാൽ 40-ലധികം സീറ്റുകൾ നേടി ബിജെപിക്ക് ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കാം, ഇടത് കോട്ട തകർക്കാം എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്.